കോക്രോച്ച് പാർട്ടി സമരത്തിന്റെ ഐതിഹാസിക വിജയത്തിന് പിന്നാലെ ജന്തർ മന്ദർ വിട്ട സമരക്കാർ. സമരപന്തൽ പൊളിച്ചു നീക്കി രാജ്യതലസ്ഥാനം സാധാരണ നിലയിലേക്ക്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടി ഉറപ്പാക്കുന്ന ബിൽ നാളെ പാർലമെന്റിൽ. പദവിയല്ല, രാജ്യമാണ് വലുതെന്ന് അമിത്ഷാ. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരാൻ യു.ഡി.എഫ് ഏകോപന സമിതി യോഗം വ്യാഴാഴ്ച. ബോർഡ് കോർപ്പറേഷൻ വിഭജനം പ്രധാന അജണ്ട. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും PM ശ്രീയും ചർച്ചയാകും. പശ്ചിമേഷ്യ വീണ്ടും സമാധാനത്തിലേക്കെന്ന സൂചന. 13ാം ദിനം ഇറാനിൽ ആക്രമണം നടത്താതെ അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് അനുമതിയില്ലെന്ന റിപ്പോർട്ട്. കരാറിനായി ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതിയെന്ന് ഒമാൻ. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ വിപുലമായ പരിപാടികൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. CMRL സാമ്പത്തിക ഇടപാട് കേസിൽ നടപടികൾ വേഗത്തിലാക്കി ED. വീണ ടി ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കൾ ഈ ആഴ്ച കണ്ടുകെട്ടിയേക്കും. ആസ്തിവകകളുടെ വിവരശേഖരണം പൂർത്തിയായി. വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാനും EDയുടെ നീക്കം. CPIM നേതാവ് PK ശ്രീമതിക്കെതിരായ വ്യാജ വാർത്തയിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. തെളിവുകൾ ശേഖരിക്കാനായി മെറ്റയ്ക്ക് കത്തയക്കും. വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. ചുമത്തിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ.